ഗതാഗത വകുപ്പ് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. സിനിമാ വകുപ്പ് കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. കെഎസ്ആർടിസിയിലെ പ്രതിസന്ധിയിൽ തൊഴിലാളികൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഗ്രാമീണ മേഖലയിൽ ബസ്സുകൾ കൂടുതലായി ഇറക്കും. തൊഴിലാളി ദ്രോഹ നടപടികളൊന്നും ഉണ്ടാകില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റേതെങ്കിലും വകുപ്പുകൾ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഗതാഗത വകുപ്പാണ് നമുക്ക് ആന്റണി രാജു അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പാണ്. അന്നത്തെ ഒരു അവസ്ഥയല്ല മുൻപ് അന്നത്തെ അവസ്ഥയല്ല, വളരെ മോശം അവസ്ഥയാണ്. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ ഒരു പരിധി വരെ നന്നാക്കാൻ പറ്റും. ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക, എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക, വരവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചെലവിൽ ഗംഭീരമായ നിയന്ത്രണം. ഒരു പൈസ KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും. പക്ഷേ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാകും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി സമരങ്ങൾ ചെയ്താൽ ഇന്ന് പാടേ നശിച്ചു പോത്തേ ഉള്ളൂ. സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും. സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും KSRTC ബസ്സെന്നല്ല, സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും. അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി നമ്മൾ മാറ്റും. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിജോ, KSRTCയിലെ വലിയ പ്രതിസന്ധിക്കിടെയാണ് ഗതാഗത വകുപ്പ് കെ.ബി. ഗണേഷ് കുമാർ ഏറ്റെടുക്കാൻ പോകുന്നത്. ശരിയാക്കിയെടുക്കാൻ കഴിയുമെന്നാണോ നിയുക്ത മന്ത്രിയുടെ ഒരു പ്രതീക്ഷ? ദിവ്യ, മൂന്നാം തവണയാണ് ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അതായത് ഒരു മന്ത്രിയാകുന്നത് മൂന്നാം തവണയാണ്. 2001-ലും 2011-ലും മന്ത്രിയായിരുന്നു. ഇതിപ്പോൾ 2023 അവസാന ദിവസങ്ങളിൽ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നു. നേരത്തെ വഹിച്ചിരുന്ന ഗതാഗത വകുപ്പ്, അതായത് 2001-ൽ ചുമതലയുണ്ടായിരുന്ന ഗതാഗത വകുപ്പിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ള ഒരു കാര്യം വളരെ സന്തോഷത്തോടുകൂടെയാണ് ഗണേഷ് കുമാർ തന്നെ സമ്മതിക്കുന്നത്. ഗതാഗത വകുപ്പാണ് തനിക്ക് ലഭിക്കുന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് വന്നിട്ടുണ്ട്. അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇപ്പോൾ തന്നെ ഏകദേശം ധാരണയുണ്ട്. കാരണം സാമ്പത്തിക അച്ചടക്കമാണ് അതായത് KSRTCയിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, സമ്പൂർണ്ണമായൊരു കമ്പ്യൂട്ടറൈസേഷനും അതുവഴി പണത്തിൻ്റെ കൃത്യമായ എങ്ങനെ വരുന്നു, എത്തരത്തിലൊക്കെ ചിലവാക്കുന്നുള്ള കാര്യത്തെ എല്ലാം കൃത്യമായ ഒരു വിവരം ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാകും. അതിലൂടെ ആയിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു അവസ്ഥ പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുൻപുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. KSRTCയുടെ അവസ്ഥ ആകെ മാറിയിരിക്കുന്നു. അന്ന് താൻ മന്ത്രിയായ സമയത്ത് വാങ്ങിയ വാഹനങ്ങളാണ് ഇപ്പോഴും പലതും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലേക്കും പരമാവധി വാഹനങ്ങൾ, അതായത് ബസ്സുകൾ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. പരമാവധി ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങൾ ഇനി KSRTCക്ക് ആവശ്യമായിട്ടുള്ളത്. വലിയ വാഹനങ്ങളെക്കാൾ ഉപരി ഇന്ധനക്ഷമതയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു. മറ്റൊരു ചോദ്യമായി ചോദിച്ചത് സിനിമാ വകുപ്പ് ചോദിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ അക്കാര്യം അദ്ദേഹം പകുതി നിഷേധിക്കുന്നുണ്ട്. പക്ഷേ സിനിമാ വകുപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണെന്ന് പറയുന്നു. കാരണം അതും മുൻപ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് സിനിമാ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ തിയേറ്ററുകളുടെ സമ്പൂർണ്ണമായിട്ടും AC-യിലേക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ DTS ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്ന് അത്തരത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പലരും വീണ്ടും ആ ഒരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് പറയുന്നു. വീണ്ടും പത്തനാപുരത്തുകാർക്ക് വീണ്ടും ഗണേശിനെ മന്ത്രിയായി കാണാൻ സാധിക്കുന്നു. അതിനേക്കാൾ ഉപരി കൊല്ലം ജില്ലയിൽ നിന്നുള്ള മൂന്നാമത്തെ മന്ത്രിയായിട്ടാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഗണേഷ് കുമാർ MLA സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അതുപോലെ തന്നെ ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ലഭിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുമെന്നാണ് നിയുക്ത മന്ത്രിയുടെ പ്രതികരണം. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.